ഹരേ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പ്രിയ സുഹൃത്തുക്കളെ, ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർമ്മയോഗം കുറിച്ചാണ്. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൽ നിന്ന് വരുന്ന അതുല്യമായ ഒരു സത്യം. കേരളത്തിലെ ഓരോ വീടുകളിലും രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് തിരക്കുകളാണ്. ജോലി, കുടുംബം, കുട്ടികൾ, കടമകൾ എല്ലാം തമ്മിൽ തുലനം പുലർത്താൻ മനുഷ്യൻ നടത്തുന്ന അധ്വാനമാണ് നമ്മുടെ ദിനചര്യ. പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇത്രയും പരിശ്രമം? എൻ്റെ ജീവിതം മുന്നോട്ടു പോകുന്നുണ്ടോ? ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം നമ്മോട് പറയുന്നു, കർമ്മമാണ് മനുഷ്യൻ്റെ ധർമ്മം. പ്രവർത്തനം വിട്ടൊഴിഞ്ഞാൽ മനുഷ്യജീവിതം നിലനിൽക്കില്ല. പക്ഷേ ആ പ്രവർത്തനങ്ങൾ ഫലാശയില്ലാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മഹത്വം തുറന്നു കാണുന്നത്. ഒരു കർഷകനെ ഓർക്കൂ. അവൻ വിത്തു വിതയ്ക്കുന്നു. മഴ കിട്ടുമോ, വിളവ് കിട്ടുമോ, അതെല്ലാം അവൻ്റെ നിയന്ത്രണത്തിലല്ല. പക്ഷേ വിതയ്ക്കുക അവൻ്റെ കടമയാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനം വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ. ഫലം വന്നാലും വരാതെയുമൊക്കെ അവൻ്റെ കർമ്മം പൂർത്തിയാകും. കർമ്മയോഗത്തിൻ്റെ മർമ്മം ഇതുതന്നെയാണ്. കർമ്മം ചെയ്യുക, പക്ഷേ ഫലത്തിൽ ബന്ധപ്പെടാതെ. ഈ ചിന്ത മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കുറയുന്നത്. ജോലിയിലും കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഭാവിയെ രൂപപ്പെടുത്തുന്നു. കേരളത്തിൽ ജീവിക്കുന്ന ഒരാളായി ഓരോ ദിവസവും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം, ജോലിയിൽ മികച്ചു നിലകൊള്ളണം, സമൂഹത്തിൽ കടമകൾ നിർവഹിക്കണം. പലപ്പോഴും അത് ഭാരം പോലെ തോന്നാം. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ നമ്മോട് പറയുന്നു, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, ഫലത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. ശുദ്ധമായ മനസ്സോടെ ചെയ്യുന്ന പ്രവർത്തനമാണ് ആത്മീയ മാർഗം. ഇത് മനസ്സിലാക്കിയാൽ ജോലി വേട്ടയല്ല, സേവനമാണ്. കുടുംബം ഭാരമല്ല, അനുഗ്രഹമാണ്. ജീവിതം കടമ്പകളുടെ നിരയല്ല, ആത്മീയ യാത്രയാണ്. ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ ചെറിയ ഒരു കാരുണ്യം നാളെയുടെ വലിയ ഒരു അനുഗ്രഹമാകാമല്ലോ. ഒരാളോട് ചിരിച്ചു കാണിക്കുക, കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറുക, ജോലിയെ ആരാധന പോലെ കാണുക. ഇതൊക്കെയാണ് കർമ്മയോഗത്തിൻ്റെ സാരാംശം. കർമ്മം ജീവിതത്തിൻ്റെ സംഗീതമാണ്. ഓരോ പ്രവൃത്തിയും ഒരു താളമാണ്. ആ താളം ഭഗവാന്റെ ഭക്തിയോടെ നിറയുമ്പോഴാണ് ജീവിതം മനോഹരമായൊരു ഗാനമായി മാറുന്നത്. ഹരേ കൃഷ്ണ ഹരേ രാമ. സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. കർമ്മയോഗം നമ്മെ പഠിപ്പിക്കുന്നത് പ്രവർത്തിക്കുക, പക്ഷേ ബന്ധനങ്ങളില്ലാതെ. നമ്മുടെ ജീവിതം ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ചാൽ ഓരോ പ്രവർത്തനവും ആത്മീയതയുടെ വഴിയായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ദയവായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ആശംസകൾ. ഹരേ കൃഷ്ണ.